ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കും കേട്ടോ. അപ്പം നമുക്കും സുഖമാണ്. ഇന്നത്തെ വ്ളോഗ് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു വ്ളോഗാണ്. അപ്പം തമ്മിൽ കണ്ടപ്പം തന്നെ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. എങ്കിലും ഞാൻ കുറച്ച് ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. എല്ലാവരും ഒരു പ്രവാസിയായിരിക്കുന്ന എല്ലാവരുടെ വീട്ടിലും ഇന്നൊരു ഹാപ്പി ആയിരിക്കും കേട്ടോ. പ്രവാസിയുള്ള വീട്ടിലൊക്കെ. കാരണം അവിടെ നിന്ന് ഇങ്ങോട്ട് വരിക എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിയാണ്. പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് പോകുക എന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടമാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇപ്പം വരുന്നത് ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണ്. അതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ ഭയങ്കര ഹാപ്പിയാണ് ഇന്ന്. മക്കൾക്കായാലും എനിക്കായാലും എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയിലാണ്. അപ്പം ഞങ്ങൾ രാത്രി 9 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം 9:45 ഫ്ലൈറ്റ് അവിടെ ലാൻഡ് ചെയ്യുക. ജിദ്ദയെന്നാണ് വരുന്നത്. അപ്പം അതിന് മുന്നേ ഞങ്ങൾ ഒരു 10-20 മിനിറ്റ് മുന്നേ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അവർ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ കുറച്ച് ടൈം പിടിക്കുമല്ലോ. അപ്പോൾ അത് രാത്രിക്കത്തെ വ്യൂ ആണ് കേട്ടോ. നല്ല ഭംഗിയിൽ കാണാൻ തന്നെ. അപ്പം കോഴിക്കോട് ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് നമ്മൾ പോയിട്ടുള്ളത്. അപ്പം ഇവിടേക്ക് തന്നെ കേട്ടോ നമ്മൾ ഇങ്ങോട്ട് തന്നെയാണ് വരൽ. അപ്പം മക്കളെ നമ്മൾ എയർപോർട്ടിൽ വളരെ ഹാപ്പിയോട് കൂടിയാണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ ആഴ്ച ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അത് പോകുന്ന വീഡിയോ ആണ്, അതിൻ്റെ മാമൻ പോകുന്ന വീഡിയോ. പക്ഷെ അന്ന് ഭയങ്കര സങ്കടമായിട്ട് പോയി. ഏതൊരാളും പോകുക എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ. പക്ഷെ വരിക എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പം ഞാനിതാ ബൊക്കൊക്കെ പിടിച്ച് ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ, വരവേൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ റിച്ചിട്ടന് എല്ലാവരും ഹാപ്പിയിലാണ് കേട്ടോ. നല്ല എക്സൈറ്റ്മെൻറ്റിലാണ് എല്ലാവരും ഉള്ളത്. എങ്ങനെയായാലും എല്ലാവർക്കും അങ്ങനെ തന്നെ ആവുമല്ലോ അല്ലേ. പോകുമ്പോൾ സങ്കടം ഉണ്ടാവും, വരുമ്പോൾ ഹാപ്പി ആയിരിക്കും കേട്ടോ. പിന്നെ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇതാന്ന് പറയുമ്പോൾ അവർക്ക് പോകാനുള്ള നേരമായിട്ടുണ്ടാവും. ഏതായാലും അവിടെ നിന്ന് കയറിയ കുറച്ച് വിഷ്വൽസൊക്കെ ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജിദ്ദയിൽ നിന്ന് ഇപ്പോൾ പുറപ്പെടുന്നതും അതുപോലെ ഇവിടെ കാലിക്കറ്റിൽ മക്കളെ ജിദ്ദയിൽ നിന്നും പിന്നെ കാലിക്കറ്റ് എയർപോർട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പുറത്തേക്ക് ലഗേജൊക്കെ കിട്ടി പുറത്തേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ റിച്ചിട്ടും ഭയങ്കര ഇതാണ് കേട്ടോ, ഭയങ്കര ആഹ്ലാദത്തിലാണ്. അപ്പോൾ അവരൊക്കെ ഓരോ പൂവൊക്കെ കൊടുത്ത് ഉപ്പച്ചീനെ സ്വീകരിച്ചൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. റിച്ചിട്ട് എനിക്ക് പിന്നെ ഉപ്പച്ചി എന്ന് പറഞ്ഞാൽ ഭയങ്കര, ഉപ്പച്ചി വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര, കാരണം എല്ലാ കളികളും നടക്കുന്നത് ഉപ്പച്ചീൻ്റെ അടുത്താണ്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റാണ് റിച്ചുട്ടൻ്റെ മനസ്സിൽ കേട്ടോ. കുറേ ആയി റിച്ചുട്ടൻ ഇങ്ങനെ എന്നാ വരിക എന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ദിവസം ഒന്ന് വന്നെത്തിയ ആ ഒരു ആഹ്ലാദത്തിലാണ് അവൻ കേട്ടോ. അപ്പോൾ നമ്മൾ ബൊക്കെ കൊടുത്ത് നമ്മൾ സ്വീകരിച്ച് ഒക്കെ ഏതായാലും ഭയങ്കര സന്തോഷം ഉണ്ടാവും. അവർക്കും സന്തോഷം, അമ്മക്കും സന്തോഷം. അതിപ്പോൾ ഏതൊരാൾക്കും അങ്ങനെ തന്നെ ആവില്ലല്ലേ. അപ്പോൾ ഏതൊരു പ്രവാസീൻ്റെ വീട്ടിലായാലും എല്ലാവർക്കും അതൊരു സന്തോഷം വേറെയാണ്. അത് പറഞ്ഞറിയിക്കാം, അനുഭവിച്ചവർക്ക് അത് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അനുഭവിച്ചവർക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ റിച്ചോട്ടെനിക്ക് പിന്നെ എന്താ ചെയ്യേണ്ടതെന്നൊന്നും മനസ്സിലാവില്ല കേട്ടോ. ഭയങ്കര മൊക്കലും ഭയങ്കര അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോന്ന് ഏകദേശം ഒരു 10:30 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോരുമ്പോൾ പിന്നെ നമുക്ക് പോകുന്ന വയ്ക്കുന്നത് ഫുഡ് കഴിക്കണം എന്നുള്ള ഇതിലാണ് നമ്മൾ പോകുന്നത്. കാരണം ഇപ്പോൾ 10:30 ഒക്കെ കഴിഞ്ഞില്ല, വീട്ടിൽ പോയി ഒക്കെ ആകുമ്പോഴത്തേന് കുറേ ലേറ്റ് ആവും എന്ന് വിചാരിച്ചിട്ട് അത് പകുതിക്കെന്ന് തന്നെ നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിട്ടോ. ചേളാരിയിലാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. അപ്പോൾ ലൈവായിട്ട് മീനൊക്കെ പൊരിച്ചു കൊടുക്കണ ആ ഒരു ഇതിലാണ് നമ്മൾ കയറി. അപ്പോൾ മീനൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ് കേട്ടോ. അപ്പം
എന്താ പറയുക, പറയാൻ വാക്കുകൾ കിട്ടണില്ല, അത്രയും എക്സൈറ്റ്മെൻറ്റിലാണ് നമ്മളുള്ളത്. അപ്പോൾ നമ്മൾ ഹോട്ടലിലേക്ക് കയറി. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടതൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനി അപ്പോൾ നമ്മൾ അൽഫാമും അതുപോലെ നൂൽ പൊറാട്ട, ഇഫാ ചിക്കൻ, പിന്നെ എന്താ ഫ്രൈഡ് റൈസ്, ഇതൊക്കെ ഉണ്ട്. നമ്മൾ അങ്ങനെ എല്ലാവരും കൂടി ഷെയർ ചെയ്ത് അങ്ങനെ കഴിച്ചു. പിന്നെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വീട്ടിലേക്ക് മടങ്ങി കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്താണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും ഇതേപോലെ ആകണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരും നമുക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ബൈ, അസ്സലാമു അലൈക്കും. ഇത്രയൊക്കെ ഉള്ളൂ.